നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ടോപ്പ് 18 തുടങ്ങുന്നു. സ്വാഗതം. പാകിസ്ഥാൻ കലാപത്തിലേക്ക് നീങ്ങുന്നു. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രിയും തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി അധ്യക്ഷനുമായ ഇമ്രാൻഖാൻ അറസ്റ്റിലായതിനു ശേഷം രാജ്യം വ്യാപകമായ പ്രതിഷേധത്തിന് സാക്ഷിയാവുകയാണ്. ഇസ്ലാമാബാദ് ഹൈക്കോടതിക്ക് പുറത്തുവച്ച് അർദ്ധ സൈനിക വിഭാഗം ഇമ്രാനെ അറസ്റ്റ് ചെയ്തുവെന്നാണ് റിപ്പോർട്ട്. അഴിമതി കേസുമായി ബന്ധപ്പെട്ടാണ് അറസ്റ്റ്. പ്രധാനമന്ത്രിയായിരിക്കെ വിദേശത്ത് നിന്ന് ലഭിച്ച വിലയേറിയ സമ്മാനങ്ങൾ കൂടിയ വിലയ്ക്ക് വിറ്റെന്നും ഇതിൻ്റെ കണക്കുകൾ മറച്ചുവെച്ച് നികുതി വെട്ടിച്ചെന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റെന്നാണ് വിവരം. പാക് പ്രാദേശിക മാധ്യമങ്ങളാണ് അറസ്റ്റ് വിവരം പുറത്തുവിട്ടത്. അറസ്റ്റിനെ തുടർന്ന് പാകിസ്ഥാനിൽ വ്യാപക സംഘർഷമാണ്. PTI പ്രവർത്തകരും പോലീസും പലയിടങ്ങളിലും ഏറ്റുമുട്ടി. നിരവധി വാഹനങ്ങൾ കത്തിച്ചു. കൂടുതൽ വിവരങ്ങളുമായി കിരൺ ബാബു ഒപ്പം ചേരുന്നു. കിരൺ ബാബു, പാകിസ്ഥാൻ വീണ്ടും അശാന്തിയിലോ? കൃഷ്ണജയ്, പാകിസ്ഥാൻ പൂർണ്ണമായ അശാന്തിയിലേക്ക് നീങ്ങുന്നു എന്നുള്ള വാർത്തകളാണ് ഇന്റർനാഷണൽ മാധ്യമങ്ങളിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുള്ള മാധ്യമങ്ങളിൽ നിന്നും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ എന്തായാലും പല സ്ഥലങ്ങളിലും ഇമ്രാൻഖാന്റെ പാർട്ടിയായ PTI പ്രവർത്തകരും അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ പോലീസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. ISI ആസ്ഥാനത്ത് വരെ പ്രക്ഷോഭകർ പ്രതിഷേധവുമായി ഇരച്ചുകയറി. അവിടെ വെടിവെപ്പുണ്ടായിട്ടുണ്ട്. വ്യാപകമായി വാഹനങ്ങൾ തീവച്ചിട്ടുണ്ട്. പോലീസും എല്ലാ സ്ഥലത്തും അർദ്ധസൈനികരും അതോടൊപ്പം തന്നെ ഈ പാർട്ടി പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് പ്രധാനമായും നടക്കുന്നത്. ഇസ്ലാമാബാദിൽ മാത്രമല്ല പാകിസ്ഥാന്റെ വിവിധ സ്ഥലങ്ങളടക്കം ഇത്തരം ഏറ്റുമുട്ടൽ അതിശക്തമായി തന്നെ നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരമാണ് PTIയുടെ തലവനും പാകിസ്ഥാന്റെ മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇമ്രാൻഖാനെ ബലം പ്രയോഗിച്ച് പാക് റേഞ്ചേഴ്സ് അറസ്റ്റ് ചെയ്തത്. കോടതി വളപ്പിൽ വെച്ചാണോ, കോടതി വളപ്പിന് പുറത്ത് വെച്ചാണോ അറസ്റ്റ് എന്നത് സംബന്ധിച്ച് സ്ഥിരീകരണം ഇനിയും വന്നിട്ടില്ല. എന്തായാലും കോടതി വളപ്പിനുള്ളിൽ എന്നുള്ള സ്ഥിരീകരണ വാർത്തയാണ് PTI അധികൃതർ പറയുന്നത്. എന്നാൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടില്ല. അറസ്റ്റ് എന്നത് അതവർ സ്ഥിരീകരിക്കുന്നു. അൽ ഖാദിർ ട്രസ്റ്റ് കേസിലാണ് അറസ്റ്റ് എന്നത് കൂടി ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അതുതന്നെ ഏറെ വൈകിയാണ് അൽ ഖാദിർ ട്രസ്റ്റ് കേസിലാണ് അറസ്റ്റ് എന്ന് സ്ഥിരീകരിച്ചത്. ഇസ്ലാമാബാദ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അവിടുത്തെ പോലീസ് മേധാവിയെ നേരിൽ ഹാജരായി എന്തിനാണ് അറസ്റ്റ്, എന്താണ് തിടുക്കപ്പെട്ട അറസ്റ്റ് എന്ന് സംബന്ധിച്ച വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് അവർ നൽകിയ വിശദീകരണം ഇതാണ്. അൽ ഖാദിർ കേസിലാണ്, ട്രസ്റ്റ് കേസിലാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഭൂമി, സ്വകാര്യ ട്രസ്റ്റിൻ്റെ ഉടമസ്ഥയിൽ ഉള്ള ഭൂമി വ്യാപകമായി മറ്റുള്ളവർക്ക് പതിച്ചു നൽകി തട്ടിപ്പ് നടത്തി എന്നുള്ളതാണ് ഏകദേശം എന്നുള്ള മുദ്രാവാക്യമാണ് ഉയർത്തുന്നത്. പാകിസ്ഥാനിലെ എല്ലാ ഭീകരതയ്ക്കും കാരണം പാകിസ്ഥാൻ സൈന്യമാണ് ഈ ഭീകരത വളർത്തുന്നത് എന്ന മുദ്രാവാക്യം പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ, അവിടുത്തെ PTIയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങൾ തന്നെ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ഇറക്കുമതി സർക്കാരാണ്. പക്ഷേ നേരത്തെ അവർ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിച്ച ഇറക്കുമതി സർക്കാരാണ് എന്നുള്ള ആരോപണം ഇപ്പോൾ മാത്രമല്ല ഉയരുന്നത്, അത് പല സർക്കാരുകൾക്കെതിരെയും ഇമ്രാൻഖാൻ സർക്കാരിനെതിരെ അടക്കം ഉയർന്നിട്ടുള്ളതാണ്. പക്ഷേ ഭീകരതയ്ക്ക് പിന്നിൽ യൂണിഫോമാണ്, സൈന്യമാണ് എന്ന തരത്തിലുള്ള ആരോപണം ഉയർന്നത്. മുദ്രാവാക്യങ്ങൾ തെരുവിലുയർന്നത് വ്യാപക സംഘർഷമാണ്. തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടി പ്രവർത്തകരും പോലീസും പലയിടങ്ങളിൽ ഏറ്റുമുട്ടി. സൈനിക കേന്ദ്രത്തിനു നേരെ പോലും ആക്രമണമുണ്ടായി. സൈനിക കമാൻഡർമാരുടെ വീടുകൾക്ക് നേരെ ആക്രമണമുണ്ടായി. നിരവധി വാഹനങ്ങൾ കത്തിച്ചു. അങ്ങനെ അപ്പാടെ അശാന്തിയുടെ തീരമായി വീണ്ടും പാകിസ്ഥാൻ മാറുന്നു എന്ന വാർത്തകളാണ് അവിടെ നിന്ന് പുറത്തു വന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു കിരൺ ബാബു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.